MP പി സന്തോഷ് കുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സന്തോഷ്, ഇപ്പോൾ ഇന്നലെ നമ്മളെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നമ്മൾ ചർച്ചയ്ക്കിരുന്നതാണ്. പക്ഷേ വൈകിട്ട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം വന്നത് താങ്കളും കണ്ടിരിക്കുമല്ലോ. കേരളത്തിന് സഹായം വേണമെങ്കിൽ കേരളം ഈ നിലയിൽ പുരോഗതി കൈവരിച്ചതുകൊണ്ട് സഹായം ലഭ്യമല്ല, അല്പം പിന്നാക്കമായിരുന്നെങ്കിൽ കിട്ടിയേനെ എന്ന രൂപത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുന്നു. എന്താണ് കേരളം ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്? മലയാളികളെ ആകെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായി പോയി അത്. ഇത് ഒക്കെ എന്താണ്, ഒരു രാഷ്ട്രീയത്തെ കുറിച്ചിട്ടും മലയാളികളെ കുറിച്ചിട്ടും ഒക്കെ സാമാന്യ ധാരണയുള്ള ഒരാളിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങളിപ്പോ രാഷ്ട്രീയ പ്രവർത്തകരുള്ള നിലയിലൊക്കെ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല കാര്യങ്ങളും നിർത്തുമ്പോഴും ഒരു പൊതുധാരണ ഉണ്ടാവുമല്ലോ. അത് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ ഈ കേരളത്തെ വളരെ ക്രൂരമായി അവഗണിച്ചു. പൊതുവിലും ബജറ്റിനകത്ത് ആദായ നികുതിയുടെ ഇവര് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ച് കൊടുത്താൽ കാര്യമായ ഒന്നുമില്ല എന്നുള്ളത് അത് പഠിച്ചിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഭാഗം നമ്മൾ ഇന്നലെ കുറെ ചർച്ച ചെയ്താണ്. തീർച്ചയായും ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇതാണ്: റോഡില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ സഹായം തരാം. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ അടിസ്ഥാന കാര്യങ്ങളിൽ പിന്നാക്കമാണെന്ന് കേരളം പറയട്ടെ എന്നാണ് ആവശ്യപ്പെടുന്നത്. നോക്ക് എന്തൊരു അപമാനമാണ്. അതാണ് ഞാൻ പറയുന്നത്, എന്തൊരു അപമാനമാണിത്. ഇപ്പൊ ഞാൻ ഇന്നലെ ഇതൊക്കെ ആയി ബജറ്റിന് ന്യായീകരിക്കുന്നവരുടെ ചർച്ചകളിൽ അല്ലെങ്കിൽ മുൻപൊക്കെ അവരെന്താ പറഞ്ഞാല് ഇതൊക്കെ ഒരു ഔദാര്യം പോലെ കണക്കാക്കുന്നതുകൊണ്ടാണ്. നോക്ക്, നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് ന്യായമായത് മാത്രമേ വേണ്ടൂ. 10ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിരുന്ന ഡിവിസീവ് പൂൾ എന്നുള്ള വിഹിതത്തിന്റെ നേരെ പകുതിയായി 15ാം ധനകാര്യ കമ്മീഷൻ ആയിപ്പോയി. പുരോഗതി പ്രാപിച്ചു എന്നതും മര്യാദക്ക് നടക്കുമെന്നുള്ളതും നല്ല സ്കൂളും റോഡ് ഉണ്ട് എന്ന് പറയുന്നതും ഒരു കേരളം ഉപേക്ഷിക്കണമെന്നാണോ? ഈ പുരോഗതി എന്ന് പറയുന്നത് ഒരു അപമാനമാണെന്നാണോ? ഈ സംഘപരിവാർ മനസ്സിലുള്ള ഒരു മിഡീവിയൽ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ മാനസിക നിലയാണ് ആദ്യം പരിശോധിക്കേണ്ടത്, കേരളത്തിന്റെ പുരോഗതിയല്ല. ഇവരുടെ മാനസിക നിലയും കേരളീയ സമൂഹത്തോടുള്ള ഇവരുടെ ഒരു പുച്ഛമാണ്. അതാണ് വാസ്തവത്തിൽ ഇതിനകത്ത് അറിയാൻ തികട്ടി വരുന്നത്. ഇവർക്ക് ഇവിടെ ജനിച്ചു ഇവർക്ക് മലയാളി നേടിയ നേട്ടങ്ങളിൽ ഒരു തെല്ല് അഭിമാനം ഇല്ലാമുള്ളതുകൊണ്ടാണ് അവരിത് നിൽക്കുന്നത്. ബീഹാറിന് എന്തെങ്കിലും അധികം കൊടുക്കുന്നതിനൊന്നും ഇവിടെ സാങ്കേതികമായിട്ട് ആരും എതിരില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ ന്യായമായ കാര്യം നടക്കണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ദുരന്തം നടന്നത് വയനാട്ടിലല്ല, ബീഹാറിലോ വല്ല UP-യിലോ മധ്യപ്രദേശിലോ ഒക്കെ ആണെന്ന് കൂട്ടിക്കോളൂ. ഈ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ടാവില്ലേ? പ്രഖ്യാപിച്ചിരിക്കും. അപ്പൊ ഇതൊരു വളരെ മോശപ്പെട്ട സമീപനമാണ്. ആ സമീപനത്തിനെതിരെയാണ് നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഭിപ്രായം പറയേണ്ടത്. അതിന് പകരം ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ഈ മന്ത്രിമാർ നടക്കുന്നു എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. ഇതിപ്പോ ഒരാൾ മാത്രമല്ല, സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നുണ്ട്. കേരളം ഇങ്ങനെ നിലവിളിക്കല്ല വേണ്ടത്, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞില്ല എന്ന് മാത്രമാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അദ്ദേഹം ആദ്യമായി ഇത് പറയേണ്ടിയിരുന്നു. ഈ ജോർജ് കുര്യൻ പറയുന്നതിന് മുൻപ് അഭിപ്രായം പറയേണ്ടിരുന്ന ആളായിരുന്നു സുരേഷ് ഗോപി. അദ്ദേഹം എന്തുകൊണ്ട് വൈകിപ്പോയി എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. സർവ്വമുച്ചാണ് മലയാളികളോട് അദ്ദേഹത്തിന്. എത്ര തവണ തെളിയിക്കപ്പെട്ടു അത്? വളരെ നന്ദി ശ്രീ സന്തോഷ് കുമാർ പ്രതികരിച്ചതിന്. ഏതായാലും കേരളം ഒന്നാകെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് തന്നെ ഈ വിഷയത്തിൽ അതിശക്തമായി BJP-ക്കെതിരെ പ്രതികരിക്കുന്നുണ്ട്, കേന്ദ്ര സഹമന്ത്രിമാർക്കെതിരെ.